കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓംസ് ലോയാണ് മനസ്സിലാക്കിയത്. അതെങ്ങനെയാണ് വേരിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു റെസിസ്റ്റൻസ് വയറിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്, എക്സ്പെരിമെൻ്റലായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, ഗ്രാഫിക്കൽ മെത്തേഡിൽ എങ്ങനെ കണ്ടുപിടിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഈ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഓംസ് ലോ നമ്മൾക്കറിയാം. ഓംസ് ലോ പറയുന്നത് V/I = a കോൺസ്റ്റൻറ്റ്. ഈ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ? എന്തെല്ലാം കാര്യങ്ങളെയാണ് ഈ റെസിസ്റ്റൻസ് ആശ്രയിച്ചിരിക്കുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് വയർ നമ്മളതൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ്, അതായത് ലെങ്ത്, ക്രോസ് സെക്ഷണൽ ഏരിയ, പിന്നെ അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ, ഇതെല്ലാമായിട്ടായിരിക്കാം അതിൻ്റെ റെസിസ്റ്റൻസ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് 1 by 1 ആയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണെന്ന് ഒന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് അതിൻ്റെ ലെങ്ത് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു കണ്ടക്റ്റിംഗ് സ്ലാബ്, ഇതിൻ്റെ ലെങ്ത് L, അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ ഏരിയ A. ഈ കണ്ടക്ടറിലൂടെ I കറണ്ട് കടത്തിവിടുന്നു. അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെന്ന് വിചാരിക്കുക. എങ്കിൽ ഓംസ് ലോ അനുസരിച്ച് നമുക്ക് എഴുതാം R1 = V/I. R എന്ന് പറഞ്ഞാൽ R1 എന്ന് എഴുതി. R1 = V/I. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേപോലെയുള്ള ഒരു കണ്ടക്ടർ, ഐഡൻറ്റിക്കൽ കണ്ടക്ടർ, അത് ഈ കണ്ടക്ടറുമായിട്ട് ജോയിൻ ചെയ്യുന്നു. ഈ കണ്ടക്ടറിൻ്റെയും ലെങ്ത് L ആണ്, ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് I ആണ്. അതുകൊണ്ട് ഇതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും V തന്നെ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കണ്ടക്ടറും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ഈ രണ്ട് കണ്ടക്ടറിൻ്റെയും അക്രോസ് ഉള്ള റെസിസ്റ്റൻസ്, അതിനെ ഞാൻ R2 എന്ന് വിളിക്കുന്നു. ദെൻ we can write R2 = 2V/I, because here current is same but potential difference across each conductor is V. Therefore total potential difference will be 2V. അതുകൊണ്ടാണ് 2V എന്ന് എഴുതിയിരിക്കുന്നത്. സോ R2 = 2V/I. ഇനി ഞാൻ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. R2 / R1 സമം R2വിന് പകരം 2V/I, അതുപോലെ തന്നെ R1ന് പകരം V/I = 2V/I into I/V. So after cancellation we will get 2. That is R2 / R1 = 2. Or we can write R2 = 2R1. എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൻ്റെ അകത്തുനിന്ന്? ലെങ്ത് ഇരട്ടിയാക്കി, അപ്പോൾ റെസിസ്റ്റൻസും ഇരട്ടിയായി. ഇതാണ് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് വെൻ ലെങ്ത് ഓഫ് എ കണ്ടക്ടർ ബിക്കംസ് ഡബിൾ, ഇറ്റ്സ് റെസിസ്റ്റൻസ് ഓൾസോ ബിക്കം ഡബിൾ. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത്. മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് എഴുതാം R പ്രപ്പോർഷണൽ ടു L. അപ്പോൾ ലെങ്തുമായിട്ടുള്ള ബന്ധം നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ക്രോസ് സെക്ഷണൽ ഏരിയയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യത്തെ കണ്ടക്ടർ വീണ്ടും കൺസിഡർ ചെയ്യുന്നു. L ലെങ്തും ക്രോസ് സെക്ഷണൽ ഏരിയ Aയുമുള്ള കണ്ടക്ടർ. ആ കണ്ടക്ടറിലൂടെ V പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അതിൻ്റെ അക്രോസ് ഉള്ളത്, I ആംപിയർ കറണ്ടാണ് കടന്നു പോകുന്നത്. ഞാൻ ആ കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഹാഫ് ആക്കുന്നു, A/2. നൗ ഇറ്റ്സ് റെസിസ്റ്റൻസ്, അതിനെ ഞാൻ വേണമെങ്കിൽ R3 എന്ന് വിളിക്കുന്നു. ഓക്കെ, R3 = V/I/2. കാരണം ക്രോസ് സെക്ഷണൽ ഏരിയ പകുതിയായപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന കറണ്ടും പകുതിയായി. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ മാറ്റമൊന്നും ഇല്ല, I/2 ആക്കി. ദാറ്റ് ഈസ് R3 = 2V/I. Now again we can divide R3
with R1. That means R3 by R1 is equal to 2V by I into I by V. After cancellation, again we are getting R3 by R1 is equal to 2. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നേരത്തെ നമ്മൾ ലെങ്ത് ഡബിളാക്കി, അപ്പോൾ റെസിസ്റ്റൻസ് ഡബിളായി കിട്ടി. ഇപ്പോൾ നമ്മൾ ക്രോസ് സെക്ഷണൽ ഏരിയ ഹാഫ് ആക്കിയപ്പോഴും റെസിസ്റ്റൻസ് നമ്മൾക്ക് ഡബിളായിട്ടാണ് കിട്ടിയത്. അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. So, resistance of a conductor is directly proportional to its length and inversely proportional to its cross-sectional area. അത് രണ്ടും കൂടെ നമ്മൾക്ക് ഒറ്റ ഇക്വേഷൻ ആക്കി എഴുതാം. So, we can write R proportional to L by A. അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിനനുസരിച്ച് റെസിസ്റ്റൻസ് എങ്ങനെ മാറ്റം വരും. അത് നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങൾ: R proportional to L by A. It is directly proportional to its length and inversely proportional to the cross-sectional area of the conductor. Now, this proportionality we have to change into equality. You know, how can it be done? So, R is equal to, I am putting a constant, a Greek letter rho into L by A. ഈ കോൺസ്റ്റൻറ്റ് റോ അതിൻ്റെ പേരാണ് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ പ്രതിരോധകത. സോ നൗ യു ഗോട്ട് R is equal to rho into L by A, where rho is a constant known as resistivity of the conductor. റെസിസ്റ്റിവിറ്റി എന്തെല്ലാം കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നമ്മൾ തുടർന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി, അപ്പോൾ ഇതൊരു പുതിയ ടേമാണ് നിങ്ങൾക്ക്, റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ പ്രതിരോധകത. അപ്പോൾ ഒരു പുതിയ ടേം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ യൂണിറ്റൊക്കെ ഒന്ന് നോക്കാം, അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. നമുക്കിതിനെ റോ ഈസ് ഈക്വൽ ടു എഴുതാം. റോ ഈസ് ഈക്വൽ ടു R ഇൻറ്റു എ ബൈ എൽ എന്ന് നമുക്ക് എഴുതാം. ഇനി എ ഈസ് ഈക്വൽ ടു എൽ ഈസ് ഈക്വൽ ടു യൂണിറ്റി എന്നെടുക്കുക. എ ഈസ് ഈക്വൽ ടു എൽ ഈസ് ഈക്വൽ ടു 1. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് റോ ഈസ് ഈക്വൽ ടു R. ഇപ്പോൾ നമുക്കൊരു ഡെഫിനിഷൻ ആയി കഴിഞ്ഞു. നമുക്ക് എങ്ങനെ പറയാം? റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഈസ് its resistance per unit length and unit cross-sectional area. ഒരു യൂണിറ്റ് ലെങ്തും ഒരു യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയയുമുള്ള ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. മനസ്സിലായല്ലോ? അടുത്ത് നമുക്ക് അതിൻ്റെ യൂണിറ്റ് ഒന്ന് നോക്കാം. ഇവിടുന്ന് തന്നെ നമുക്ക് യൂണിറ്റ് കണ്ടുപിടിക്കാൻ അറിയാം. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓമാണ്. അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ ഏരിയ മീറ്റർ സ്ക്വയർ ആണ്, ലെങ്ത് മീറ്റർ ആണ്. സോ വി വിൽ ഗെറ്റ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഓം മീറ്റർ. അപ്പോൾ ഡെഫിനിഷൻ മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ യൂണിറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. എന്താണ് ഡെഫിനിഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയും, ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾക്ക് പറയാം, ഇറ്റ് ഈസ് ഓം മീറ്റർ. So, resistivity of a conductor is the resistance per unit length and unit cross-sectional area. Okay, വീണ്ടും നമുക്ക് ആദ്യത്തെ ഇക്വേഷനിലേക്ക് പോകാം. R is equal to rho into L by A. അപ്പോൾ ഓംസ് ലോ അനുസരിച്ച് നമുക്കറിയാം വാട്ട് ഈസ് R. R is nothing but V by I. So, V by I is equal to rho into L by A. ഇനി നമുക്ക് ഇതിൽ RHS ആ ലെങ്ത് അത് നമുക്ക് LHS മാറ്റി എഴുതാം. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള കറണ്ട് അത് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? V by L ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു I by A. നിങ്ങൾ എൻ്റെ കൂടെ എഴുതുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എഴുതണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഡെറിവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് V by L എന്താണെന്ന് അറിയാം. ഇലക്ട്രിക് ഫീൽഡാണ്, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. E ഈസ് ഈക്വൽ ടു dV by dR എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ V by Lന് പകരം നമ്മൾക്ക് E എന്നെഴുതാം. അങ്ങനെയാണെങ്കിൽ അവർ ഇക്വേഷൻ ബിക്കംസ് E ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു I by A. ഞാൻ ഈ I by A ഇവിടെ മാറ്റി എഴുതാനൊരു കാരണമുണ്ട്. ഇറ്റ് ഈസ് അനദർ ക്വാണ്ടിറ്റി നോൺ ആസ് കറൻറ്റ് ഡെൻസിറ്റി.
and it is denoted by the letter J. So again we can rewrite E is equal to rho into J, where J is known as current density. ഇവിടെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് ഈ കറൻറ്റ് ഡെൻസിറ്റി. കറൻറ്റ് ഡെൻസിറ്റി എന്താണ് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ തൊട്ടു മുകളിലുള്ള ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാക്കാം. കറൻറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കറൻറ്റ് പെർ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ എന്താണ് കറൻറ്റ് ഡെൻസിറ്റി എന്ന് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് എ വെക്ടർ. അതും കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഇത്രയും നേരവും നമ്മൾ കറൻറ്റിനെ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം സ്കാലർ ഫോമിലായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പറയുന്നത് കറൻറ്റ് ഡെൻസിറ്റിയാണ്. ദാറ്റ് ഈസ് എ വെക്ടർ, നോട്ട് സ്കാലർ. സോ കറൻറ്റ് ഡെൻസിറ്റി ഈസ് നത്തിങ് ബട്ട് കറൻറ്റ് പെർ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. എഗെയിൻ ഇതിൻ്റെ യൂണിറ്റ് കൂടെ നമുക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു പോകാം. കറൻറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ I/A ആണ്. അതായത് കറൻറ്റിൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം ആംബിയർ, ക്രോസ് സെക്ഷണൽ ഏരിയ നിങ്ങൾക്കറിയാം മീറ്റർ സ്ക്വയർ. സോ ദ യൂണിറ്റ് ഓഫ് കറൻറ്റ് ഡെൻസിറ്റി ഈസ് ആംബിയർ പെർ മീറ്റർ സ്ക്വയർ. വീണ്ടും നമുക്ക് J എഴുതാം. സോ J ഈസ് ഈക്വൽ ടു E/ρ. ഇവിടെ ഈ 1/ρ എന്ന് പറയുന്നത് പുതിയ ഒരു ക്വാണ്ടിറ്റിയാണ്. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ അനദർ ഗ്രീക്ക് ലെറ്റർ സിഗ്മ. സോ സിഗ്മ ഈസ് ഈക്വൽ ടു 1/ρ. ഈ സിഗ്മയുടെ പേരാണ് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ചാലകത. സോ കണ്ടക്ടിവിറ്റി ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ കണ്ടക്ടിവിറ്റിയുടെ ടേംസിൽ നമ്മൾ ഈ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നത് J ഈസ് ഈക്വൽ ടു സിഗ്മ E. ഞാൻ പറഞ്ഞു J എന്ന് പറയുന്നത് വെക്ടറാണ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും വെക്ടറാണ്. സോ ഇൻ വെക്ടർ ഫോം വി ക്യാൻ റൈറ്റ് J വെക്ടർ ഈസ് ഈക്വൽ ടു സിഗ്മ ടൈംസ് ഓഫ് E വെക്ടർ. സോ ദിസ് ഈസ് ദ ജനറൽ ഫോം ഓഫ് ഓംസ് ലോ ഇൻ വെക്ടർ ഫോം. +2 ലെവലിൽ നമ്മൾ ഓംസ് ലോ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇങ്ങനെയാണ്. J വെക്ടർ ഈസ് ഈക്വൽ ടു സിഗ്മ ടൈംസ് ഓഫ് E വെക്ടർ, വേർ സിഗ്മ കണ്ടക്ടിവിറ്റി, അല്ലെങ്കിൽ നമുക്ക് റോയിൻ്റെ ടൈംസിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് E/ρ എന്ന് എഴുതാം. സോ ഇൻ ജനറൽ ഫോം ഓഫ് ഓംസ് ലോ ഇൻ വെക്ടർ ഫോം ഈസ് J വെക്ടർ ഈസ് ഈക്വൽ ടു സിഗ്മ ടൈംസ് ഓഫ് E വെക്ടർ. അപ്പോൾ നമ്മൾ ഇത്രയും സമയം പഠിച്ച കാര്യങ്ങൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഓംസ് ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ നമ്മൾ മനസ്സിലാക്കി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത്, ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി ആയിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് നമ്മളിനി തുടർന്ന് പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങൾ, ലെങ്ത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇതുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ ഭാഗത്തു നിന്ന് സാധാരണ നമുക്ക് നമ്മുടെ ബോർഡ് എക്സാമിനും അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്കുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ലെങ്ത് ഇത്ര ശതമാനം വർദ്ധിപ്പിച്ചു, ക്രോസ് സെക്ഷണൽ ഏരിയ ഇത്ര ശതമാനം വർദ്ധിപ്പിച്ചു, അപ്പോൾ റെസിസ്റ്റൻസിൽ എന്ത് മാറ്റമുണ്ടായി? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ സാധാരണ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. മത്സര പരീക്ഷകൾക്ക് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു കണ്ടക്ടർ അതിൻ്റെ ലെങ്ത് L ആണ്, it is stretched to double of its length, then what is the new resistance? സാധാരണ ചോദിക്കുന്നതാണ്. അതായത് ഒരു L ലെങ്തുള്ള ഒരു റെസിസ്റ്റൻസ് വയർ അതിനെ സ്ട്രെച്ച് ചെയ്ത് വലിച്ചു നീട്ടി അതിൻ്റെ ലെങ്ത് ഇരട്ടിയാക്കുന്നു എങ്കിൽ റെസിസ്റ്റൻസിന് എന്ത് മാറ്റം ഉണ്ടാവും? അപ്പോൾ കുട്ടികൾ പൊതുവെ ചിന്തിക്കുന്നത് ലെങ്ത് ഇരട്ടിയായി, സോ റെസിസ്റ്റൻസ് ഓൾസോ ബിക്കംസ് ഡബിൾ. പക്ഷേ തെറ്റാണ്. കാരണം ഇവിടെ നമ്മളിതിനെ വലിച്ചു നീട്ടുകയാണ് ചെയ്തത്, സ്ട്രെച്ചഡാണ്. അപ്പോൾ അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ മാറ്റം വരുന്നുണ്ട്. ക്രോസ് സെക്ഷണൽ ഏരിയയിൽ മാറ്റം വരാതെ ആയിരുന്നു എങ്കിൽ ലെങ്ത് ഇരട്ടിയാകുമ്പോൾ തീർച്ചയായിട്ടും റെസിസ്റ്റൻസും ഇരട്ടിയാകും. പക്ഷേ ഇവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ വ്യത്യാസപ്പെടുന്നുണ്ട്. എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഉയർന്ന് ചിന്തിക്കണം. ഇവിടെ എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്? ഒരു വയർ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ, ഒരു കണ്ടക്റ്റിംഗ് വയർ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവിടെ കോൺസ്റ്റൻ്റായി നിൽക്കുന്നത് വോളിയമാണ്. അപ്പോൾ നമ്മൾ വോളിയം കൺസിഡർ ചെയ്ത് വേണം ഈ കണക്ക് ചെയ്യുവാൻ. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുന്നതിന് മുന്നമുള്ള വോളിയം വേണമെങ്കിൽ നമുക്കതിനെ V1 എന്ന് വിളിക്കാം. V1. സ്ട്രെച്ച് ചെയ്തതിന് ശേഷമുള്ള വോളിയം നമ്മളതിനെ V2 എന്ന് വിളിക്കുന്നു. ഇത് രണ്ടും സെയിമാണ്.
സോ V1 ഈസ് ഈക്വൽ ടു V2. ഇതൊരു സിലിണ്ടറിക്കൽ വയറാണെന്ന് വിചാരിക്കുക. എങ്കിൽ V1 പകരം നമുക്ക് എഴുതാം A1 L1. അതുപോലെ തന്നെ V2 പകരം നമുക്ക് എഴുതാം A2 L2. A1 എന്ന് പറയുന്നത് വലിച്ചു നീട്ടുന്നതിന് മുന്നം, സ്ട്രെച്ച് ചെയ്യുന്നതിന് മുന്നമുള്ള അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയാണ്. അതിൻ്റെ ഒറിജിനൽ ലെങ്താണ് L1 എന്ന് പറയുന്നത്. സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ഉള്ള ക്രോസ് സെക്ഷണൽ ഏരിയയാണ് A2. അപ്പോഴുള്ള അതിൻ്റെ ലെങ്താണ് L2. അപ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ ഇക്വേറ്റ് ചെയ്തു. എഗെയിൻ വി ക്യാൻ റൈറ്റ് L1 by L2 ഈസ് ഈക്വൽ ടു A2 by A1 കിട്ടുന്നുണ്ട്. വീണ്ടും നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് A1 ക്രോസ് സെക്ഷണൽ ഏരിയ, ലെങ്ത് L1. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഉള്ള റെസിസ്റ്റൻസ് നമുക്ക് എഴുതാം R1 പ്രപ്പോർഷണൽ ടു L1 by A1. വീണ്ടും സ്ട്രെച്ച് ചെയ്തതിന് ശേഷം നമുക്കതിനെ, അതിൻ്റെ റെസിസ്റ്റൻസിനെ R2 എന്ന് വിളിക്കാം. എങ്കിൽ R2 പ്രപ്പോർഷണൽ ടു L2 by A2. ഇനി ഈ രണ്ട് ഇക്വേഷനെ കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് R2 by R1 ഈസ് ഈക്വൽ ടു L2 by A2 ഇൻറ്റു A1 by L1. ഇനി നമുക്ക് ഇതിലെ ലെങ്തും ക്രോസ് സെക്ഷണൽ ഏരിയയും ഒന്ന് അടുപ്പിച്ചെഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് L2 by L1 ഇൻറ്റു A1 by A2. അപ്പോൾ A1 by A2 നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. L1 by L2 ഈസ് ഈക്വൽ ടു A2 by A1 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ A1 by A2 ഈസ് ഈക്വൽ ടു L2 by L1. അപ്പോൾ എഴുതുമ്പോൾ we will get R2 by R1 ഈസ് ഈക്വൽ ടു L2 by L1 ഇൻറ്റു L2 by L1. That is L2 square divided by L1 square. ഇനി നമ്മൾ L2 പകരം 2L1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് R2 by R1 ഈസ് ഈക്വൽ ടു 2L1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ L1 സ്ക്വയർ. ദാറ്റ് മീൻസ് 4. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് R2 ഈസ് ഈക്വൽ ടു 4R1 എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്റ്റിംഗ് വയർ അതിൻ്റെ ഇരട്ടി ലെങ്ത് ആകുന്നത് വരെ സ്ട്രെച്ച് ചെയ്താൽ അതിൻ്റെ റെസിസ്റ്റൻസ് 4 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ സാധാരണമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നുക 2 ടൈംസ് എന്നാണ്. നമ്മൾ നേരത്തെ കണ്ടു. കാരണം ലെങ്ത് ഇരട്ടിയായി, അതുകൊണ്ട് റെസിസ്റ്റൻസും ഇരട്ടിയായി. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് റെസിസ്റ്റൻസ് 4 ഇരട്ടിയാവുകയാണ്. അതിന് കാരണം അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രോസ് സെക്ഷണൽ ഏരിയയിൽ മറ്റുള്ള പാരാമീറ്റേഴ്സ് കോൺസ്റ്റൻ്റ് ആണോ എന്ന് നോക്കേണ്ടതുണ്ട്. അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ ഇവ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ ലെങ്ത് ഇരട്ടിയാകുമ്പോൾ റെസിസ്റ്റൻസും ഇരട്ടിയാവുകയുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ ഉദാഹരണത്തിൽ നമ്മൾ മനസ്സിലാക്കി, ഇവിടെ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് റെസിസ്റ്റൻസും 4 ഇരട്ടിയാകുന്നു. ഇതേ ചോദ്യം തന്നെ ഇനി വീണ്ടും തിരിച്ചു ചോദിക്കാം. ഇപ്പോൾ നമ്മൾ ലെങ്ത് ഇരട്ടിയാകുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ന്യൂ റെസിസ്റ്റൻസ് ആണ്. ഈ ന്യൂ റെസിസ്റ്റൻസിന് പകരം നമ്മളോട് ചോദിക്കാം, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, ഓർ വാട്ട് ഈസ് ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് നമ്മളോട് ചോദിക്കാം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് ഡെൽറ്റ R/R എന്ന ഫോർമുല ഉപയോഗിച്ച് നമുക്കത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതേ ചോദ്യം പെർസെൻറ്റേജ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത് 30% വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ അതിനെ സ്ട്രെച്ച് ചെയ്ത് അതിൻ്റെ ലെങ്ത് 30% ആക്കുന്നു. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന മാറ്റം എത്ര, അല്ലെങ്കിൽ അതിൻ്റെ പുതിയ റെസിസ്റ്റൻസ് എത്ര, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വേണം ഈ കൺസെപ്റ്റ് പഠിക്കുവാൻ. So let me conclude finally that the resistance of a conductor depends on 3 factors. They are, first one, length,
Second one, cross-sectional area. Third one, resistivity of the conductor. Okay. നമുക്ക് പെർസെൻറ്റേജ് എററുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യാം. പ്രോബ്ലം ഇതാണ്. എ കോപ്പർ വയർ ഈസ് സ്ട്രെച്ച്ഡ് ടു മേക്ക് ഇറ്റ് 2% ലോങ്ങർ. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇറ്റ്സ് റെസിസ്റ്റൻസ്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 2% ആണ് വലിച്ചു നീട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസിൽ ഫ്രാക്ഷണൽ ചേഞ്ച് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് എത്ര വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് നിങ്ങൾ ഒരു അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക. നമ്മൾ റെസിസ്റ്റിവിറ്റിയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം നമുക്ക് ഇപ്പോൾ ചെയ്ത് നമ്മുടെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഫൈൻഡ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് എ വയർ ഓഫ് ലെങ്ത് 1 മീറ്റർ ആൻഡ് ഡയമീറ്റർ 0.2 millimeter ഇഫ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ഈസ് 14 ohm. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുവാൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ ക്ലാസ്സിൽ റെസിസ്റ്റിവിറ്റിയുടെ ഫോർമുല. നമുക്കറിയാം R = ρ × L/A. റോയ്ക്കാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ρ = R × A/L. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. R = എത്രയാണ്? 14 ohm. അതുപോലെ തന്നെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. ലെങ്ത്ത് തന്നിരിക്കുന്നത് 1 മീറ്റർ. എഗെയിൻ ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടില്ല, പകരം ഡയമീറ്റർ തന്നിട്ടുണ്ട് 0.2 millimeter ഡയമീറ്റർ. അപ്പോൾ റേഡിയസ് നമുക്കറിയാം 0.1 millimeter, അതായത് 1 × 10⁻⁻4 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ കാണാൻ നമുക്ക് പറ്റും πr² ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ നമുക്ക് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാം. ρ = R 14 ഇൻറ്റു ഏരിയ πr², π × 10⁻⁻8 ഡിവൈഡഡ് ബൈ ലെങ്ത്ത് 1 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 14 × 3.14 ഇൻറ്റു 10⁻⁻8 ഈസ് ഈക്വൽ ടു 4.4 ഇൻറ്റു 10⁻⁻7 ohm മീറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് തുടങ്ങേണ്ടത് പുതിയൊരു കൺസെപ്റ്റാണ്, റെസിസ്റ്റിവിറ്റി, ഒറിജിൻ ഓഫ് റെസിസ്റ്റിവിറ്റി. എങ്ങനെയാണ് ഈ കണ്ടക്ടേഴ്സിൽ റെസിസ്റ്റിവിറ്റി ഉണ്ടാകുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കറണ്ടിനെ എങ്ങനെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.